നമസ്കാരം. സെൽട്ടോസ് SUV-യിലൂടെ ഇന്ത്യൻ വിപണിയിൽ തുടക്കം കുറിച്ചവരാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ. ഹ്യുണ്ടൈയുടെ കസിനാണെങ്കിലും ഇന്ന് മാതൃ കമ്പനിയേക്കാൾ സ്വീകാര്യതയുള്ള ബ്രാൻഡായി വളരാൻ കിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായത് സോനറ്റ്, സെൽട്ടോസ്, കാരൻസ്, കാർണിവൽ പോലുള്ള മികച്ച മോഡൽ നിരയാണെന്ന് നിസ്സംശയം പറയാം. കൃത്യമായ ഇടവേളകളിൽ വാഹനങ്ങളെ പരിഷ്കരിക്കാനും പുത്തൻ കാറുകൾ ഇന്ത്യക്കായി സമ്മാനിക്കാൻ തയ്യാറാകുന്നതുമാണ് കിയയുടെ വിജയം. ഇപ്പോഴത്തെ ഏറെക്കാലമായി വണ്ടി ഭ്രാന്തന്മാർ കാത്തിരിക്കുന്ന ആ SUV-യെയും രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് ബ്രാൻഡ്. മറ്റേതുമല്ല, അടുത്ത കാലത്തായി ടീസർ വീഡിയോകളിലൂടെ ഏറ്റവും ഹൈപ്പ് കിട്ടിയ കിയയുടെ സിറോസ് SUV-യാണ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. സോണറ്റിന് ശേഷം 4 മീറ്ററിൽ താഴെയുള്ള കിയയുടെ രണ്ടാമത്തെ മോഡലാണിത്. റിയർ സീറ്റ് യാത്രക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുത്ത് പണിതീർത്തെടുത്തിരിക്കുന്ന വാഹനമാണ് ഇത്. ആദ്യ കാഴ്ചയിൽ തന്നെ ആരുടെയും മനം കവരുന്നൊരു വാഹനമെന്ന് പറയാം. കിയയുടെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് SUV-യായ EV9 EVയുടെ ബേബി പതിപ്പ് പോലെയാണ് ഇതിൻ്റെ ഒരു രൂപം വരുന്നത്. പെട്രോൾ, ഡിസൈൻ, എഞ്ചിൻ ഓപ്ഷനുകളും കൂടി ചേരുന്നതോടെ കിയ സിറോസ് മികച്ചതാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞില്ല, ഇതിന്റെ ഇലക്ട്രിക് മോഡൽ അധികം വൈകാതെ തന്നെ പണിതിറക്കാനും കിയയ്ക്ക് പദ്ധതിയുണ്ട്. ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ കിയയുടെ വിദേശ കാറുകൾക്ക് സമാനമായ ശൈലിയാണ് ഇതിനും പിന്തുടർന്നിരിക്കുന്നത്. ബമ്പറിന്റെ അരികുകളിൽ ലംബമായി അടുക്കിയ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, ഡ്രോപ്പ് ഡൗൺ LED DRL, കോൺട്രാസ്റ്റിംഗ് സിൽവർ ട്രിം എന്നിവയാണ് മുൻവശത്തെ പ്രത്യേകതകൾ. സൈറസിന്റെ ഏറ്റവും വ്യതിരിക്തമായ കാര്യങ്ങളിൽ ഒന്ന് അതിൻ്റെ ടോൾ ബോയ് ഡിസൈൻ തന്നെയാണ്. സ്കോഡ ഇതിയെ അനുസ്മരിപ്പിക്കും വിധമുള്ള വിൻഡോ ലൈനാണ് വശക്കാഴ്ചയിലെ ഹൈലൈറ്റ്. വീലാർച്ചുകൾക്ക് മുകളിൽ ചങ്കി പ്ലാസ്റ്റിക് ക്ലാഡിംഗ്, ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ, 3 പെറ്റൽ ഡിസൈനുള്ള 17 ഇഞ്ച് അലോയ് വീലുകൾ എന്നിവ കൂടിയാകുമ്പോൾ ഇതിൻ്റെ ഭംഗി വളരെ വർദ്ധിക്കുന്നുണ്ട്. 465 ലിറ്ററാണ് പുത്തൻ SUV-യുടെ ബൂട്ട് സ്പേസ് എന്നും കിയ ഉറപ്പിക്കുന്നുണ്ട്. ടോൾ ബോയ് ഡിസൈനും നീളമേറിയ വീൽ ബേസും കൂടുതൽ ഇന്റീരിയർ സ്പേസും കൂടുതൽ സ്വതന്ത്രമാക്കുന്നുണ്ട്. ഫോർസ് ബ്ലൂ, പ്യോട്ടർ ഒലീവ്, അറോറ ബ്ലാക്ക് പേൾ, ഇൻറ്റൻസ് റെഡ്, ഗ്രാവിറ്റി ഗ്രേ, ഇംപീരിയൽ ബ്ലൂ, സ്പാർക്ലിംഗ് സിൽവർ, അതുപോലെ തന്നെ ഗ്ലോസിയർ വൈറ്റ് പേൾ എന്നിങ്ങനെ 8 കളർ ഓപ്ഷനുകളാണ് കിയ സിറോസിനൊപ്പം വാഗ്ദാനം ചെയ്യുന്നത്. ഇനി അകത്തളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫോർടൈൻമെന്റിനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനും വേണ്ടിയുള്ള ഡ്യുവൽ 10.3 ഇഞ്ച് ഡിസ്പ്ലേകളാണ് ആളുകളെ ആകർഷിക്കുന്നത്. പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, വയർലെസ് ചാർജിംഗ് പാഡ്, ആംബിയന്റ് ലൈറ്റിംഗ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനായുള്ള OTA അപ്ഡേറ്റുകൾ, ഇൻകാർ കണക്ടിവിറ്റി ടെക്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, പവേർഡ് ഡ്രൈവർ സീറ്റ് എന്നിവ കൂടിയാകുമ്പോൾ ഇന്റീരിയറിന് അസാമാന്യ ഭംഗി വരുന്നുണ്ട്. ഇതുകൂടാതെ 8 സ്പീക്കർ ഹർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റം, പാനോറമിക് സൺറൂഫ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ചാരിയിരിക്കാവുന്നതും സ്ലൈഡ് ചെയ്യാവുന്നതുമായ രണ്ടാംനിര സീറ്റുകൾ, സെൻട്രൽ ആംറസ്റ്റ്, 60:40 സ്പ്ലിറ്റ് ഹോൾഡിംഗ് ഫംഗ്ഷൻ, 6 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ, ലെവൽ 2 ADAS സ്യൂട്ടും എന്നീ ഫീച്ചറുകളും കൂടിയാകുമ്പോൾ കിയ സിറോസ് സെഗ്മെന്റിൽ വേറിട്ട് നിൽക്കുന്നതാണ്. 1.0 ലിറ്റർ ടെർബോ പെട്രോൾ അല്ലെങ്കിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് സിറോസിന്റെ ഹൃദയം. ഇതിൽ 120 bhp കരുത്തിൽ 172 Nm ടോർക്ക് നൽകുന്ന പെട്രോൾ എഞ്ചിൻ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വാങ്ങാൻ സാധിക്കും. മറുവശത്ത് 115 bhp പവറിൽ 280 Nm ടോർക്ക് പുറപ്പെടുവിക്കുന്ന ഡീസൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനോടെ സ്വന്തമാക്കാനും സാധിക്കും. ജനുവരിയിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ പുതിയ സിറോസിന്റെ വില കിയ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. 2025 ജനുവരി മുതൽ 3 വരെ ബുക്കിംഗ് ആരംഭിക്കുമെങ്കിലും ഫെബ്രുവരി ആദ്യം മുതലേ കോമ്പാക്ട് SUV-ക്കായുള്ള ഡെലിവറികൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് കിയ അറിയിച്ചിരിക്കുന്നത്. സോണറ്റിന്റെ തത്തുല്യമായ വേരിയന്റിനേക്കാൾ ഏകദേശം 1 ലക്ഷം രൂപയായിരിക്കും സിറോസിന് അധികമായി മുടക്കേണ്ടി വരുന്ന വില.